അടക്കമുള്ള ഗായകർ യഥാർത്ഥത്തിൽ ഈ വലിയൊരു ജനക്കൂട്ടത്തെ ഈ പാട്ടിന്റെ ആവേശത്തിലേക്ക് കൊണ്ടുവരികയും അതൊരു ലഹരിയാക്കി മാറ്റുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഇതുപോലെയുള്ള ഓൺ സ്റ്റേജ് പെർഫോമൻസ് അതിഗംഭീരമായി നടത്തുന്ന ആളുകൾക്ക് ലഹരിയുടെ പിൻബലം ആവശ്യമുണ്ടോ? ശ്രീ എം ജി ഇപ്പോൾ വേടന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു. മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള വേടന്റെ കേസിൽ പ്രത്യേകിച്ച് താങ്കളൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് ഒറ്റ കാര്യം അറിയാനുള്ളത്, വേടനെ ഇപ്പോൾ ഈ കാര്യത്തിൽ പിടിച്ചപ്പോൾ ഈ വേടന്റെ സംഗീതത്തെയും വേടന്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? കാരണം 2-3 കാര്യങ്ങൾ പറയാം. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ആണോ? പിന്നെ നിന്നെ അറിയാൻ എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയാണ് വിളിച്ചിരുന്ന് പറയുന്ന തൽക്കാലം ഇത്രയും മതി.